കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. പാണ്ഡവ കൗരവ സേനകൾ ഇരുവശങ്ങളിലായി അണിനിരന്നു. അർജുനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ രഥം ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലേക്ക് നയിച്ചു. ഭീഷ്മരുടെയും ദ്രോണരുടെയും മറ്റും മുന്നിലായി രഥം നിർത്തി. അർജുനൻ ഭീഷ്മ ദ്രോണാദികളെയും മറ്റു ബന്ധുക്കളെയും രാജാക്കന്മാരെയും മുഖത്തോട് മുഖം കണ്ടു. അവൻ ചുറ്റുപാടും തിരിഞ്ഞ് മുഴുവൻ സൈന്യത്തെയും വീക്ഷിച്ചു. മനക്ഷോഭം കൊണ്ട് കുഴഞ്ഞു. അവൻ പറഞ്ഞു, നോക്കൂ, ഇവരെല്ലാം നമ്മുടെ ബന്ധുക്കളും പൂർവജന്മാരുമാണ്. ഇതു കേട്ടപ്പോൾ കൃഷ്ണൻ നിമിഷ നേരത്തേക്ക് വിസ്മയാകുലനായി. അദ്ദേഹം സ്വയം പറഞ്ഞു, അർജുനന്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം? ഏതായാലും വളരെ വിചിത്രമായിരിക്കുന്നു. എല്ലാ ജീവികളുടെയും നിയന്താവെന്ന നിലയിൽ അർജുനന്റെ മനോഗതം എന്താണെന്നറിവുള്ള കൃഷ്ണൻ തൽക്കാലം ഒന്നും പറയാതെ മൗനം പാലിച്ചതേ. അവിടെ അണിനിരന്നു നിൽക്കുന്ന പിതാക്കന്മാരെയും മുത്തച്ഛന്മാരെയും ആചാര്യന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും ഭാര്യാപിതാക്കന്മാരെയും അർജുനൻ കണ്ടു. അക്കൂട്ടത്തിൽ വിഷമസന്ധിയിൽ താൻ സഹായിച്ചിട്ടുള്ളവരും ചെറുപ്പക്കാരും മുതിർന്നവരുമായ തന്റെ ബന്ധുക്കളും ഉണ്ടായി. ഒരേ ഗോത്രത്തിലുള്ളവർ ഇരുഭാഗത്തും യുദ്ധം ചെയ്യുന്നതിന് തയ്യാറായി നിൽക്കുന്നത് കണ്ടപ്പോൾ പാർത്ഥന്റെ ചിത്തം കുഴഞ്ഞു മറിഞ്ഞു. ഹൃദയം പരിതപ്തമായി. ഈ സ്വഭാവഭേദത്തിൽ പ്രതിഷേധിച്ച് അവന് സ്വതസിദ്ധവും വീരോചിതവുമായ അവന്റെ നെഞ്ചുറപ്പ് അവനെ വിട്ടുപിരിഞ്ഞു. സുന്ദരിയും സുശീലയും അഭിജാതയുമായ ഒരു പത്നി തന്റെ പതിയോട് മറ്റൊരുവൾക്കുണ്ടാകുന്ന അനുരാഗം ഒരിക്കലും പൊറുക്കുകയില്ല. തീവ്രമായ യാതനകൾ കൊണ്ട് ജിതേന്ദ്രിയനായ ഒരു യോഗി വ്യാമോഹങ്ങളിൽപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ തപോധനം നഷ്ടപ്പെടും. മന്ത്രോച്ചാരണത്തിൽ തെറ്റുപറ്റുന്ന മന്ത്രവാദിയെ പിശാച് പീഡിപ്പിക്കും. അർജുനന്റെ സ്ഥിതി അതുപോലെയായി. അവന്റെ ഹൃദയം ആർദ്രഭാവത്തിന് അടിമപ്പെട്ടപ്പോൾ അവന്റെ കിടയറ്റ പൗരുഷം അവനെ കൈവഴി. ചന്ദ്രരശ്മികൾ തട്ടുമ്പോൾ ജലം ചൊരിയുന്ന ചന്ദ്രകാന്ത കല്ലിൽ നിന്നെന്ന പോലെ അർജുനന്റെ ഹൃദയത്തിൽ നിന്നും കനിവിന്റെ ജലഗണങ്ങൾ ഊർന്നിറങ്ങി. അത്യധികമായ കാരുണ്യം കൊണ്ട് അവശനായ അവൻ വിഷാദം പൂണ്ട് അരവിന്ദാക്ഷനോട് പറഞ്ഞു, അല്ലയോ കൃഷ്ണ ഭഗവാനെ, എന്റെ മുന്നിൽ കാണുന്നവരെല്ലാം എന്റെ ഗോത്രത്തിൽപ്പെട്ട സ്വജനങ്ങളാണ്. അവർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നുവെന്നത് ശരി തന്നെ. എങ്കിലും അവരുമായി യുദ്ധം ചെയ്യുന്നത് ഉചിതമാണ്. എനിക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സ് വിഭ്രാന്തി കൊണ്ട് ചുറ്റിക്കറങ്ങുന്നു. എന്റെ ഓർമ്മശക്തി നശിച്ചതുപോലെ തോന്നുന്നു. എന്റെ ശരീരാവയവങ്ങൾ തളരുന്നു. മുഖം ഉണങ്ങി വരളുന്നു. എന്റെ ദേഹത്ത് വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു. എന്റെ കൈകൾക്ക് വില്ലു പിടിക്കാനുള്ള ശക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗാണ്ഡീവം എന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു.